ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. വേറെ ഒന്നുമല്ല, ഒരു സ്ത്രീ കാരണം ഈ ആണുങ്ങൾക്ക് എല്ലാം ഉള്ളിൽ പേടി പോലെയാണ്. കാരണം ഒരു സ്ത്രീ കാരണമുള്ളൊരു പേടിയാണ്. വേറെ ഒന്നുമല്ല, ഞാനിന്ന് ജോലിക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് 9 മണിക്ക് ജോലിക്ക് കയറണം, പക്ഷേ എനിക്ക് കിട്ടിയ ബസ്സിൽ കയറിയേ പറ്റുക. അത്രയ്ക്ക് തിരക്കെന്ന് വെച്ചാൽ തിരക്കോട് തിരക്ക്. 8:30ക്കുള്ള ബസ്സാണ്. 9 മണിക്കല്ല, 9:30ക്ക് കയറണം. 9 മണിക്കല്ല, 9:30ക്ക് എനിക്ക് കയറണം. എനിക്ക് 8:30ക്കുള്ള ബസ്സിൽ ഞാൻ കയറി. പക്ഷേ ആ ബസ് ഭയങ്കര തിരക്കാണ്. കയറിയേ പറ്റത്തുള്ളൂ. ഞാൻ കയറി, ബാക്ക് സൈഡിലായിരുന്നു. എൻ്റെ ഈശ്വര, ഞാൻ ചെന്ന് നിന്നപ്പോഴത്തെ ഈ ആണുങ്ങളൊക്കെ മാക്സിമം ഇത്രയും തിരക്ക്, സൂചി ഇടാൻ സ്ഥലമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, കണ്ടക്ടർ ബസ് നിർത്തി ആളെ കയറ്റി. പക്ഷേ ഈ ആണുങ്ങൾ നിൽക്കണതിന് ഇങ്ങനെ പരസ്പരം തൊടാതെ, തട്ടാതെ, മുട്ടാതെ, ഒരു വിരൽ പോലും ഒരാളുടെ ദേഹത്ത് പതിയാത്ത രീതിയിലാണ് ഇവരിപ്പം ബസ്സിലോട്ട് യാത്ര ചെയ്യണത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരാൾ കാരണം ഒരാളുടെ ജീവിതം പോയി, ആ ഒരു കുടുംബം നശിച്ച്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു, പോലീസ് പിടിച്ച്. പക്ഷേ ഈ ആണുങ്ങൾക്ക് എല്ലാം ഭയങ്കര പേടിയാണ് ആ ഒരു വ്യക്തി കാരണം. എന്തല്ലേ ഭയങ്കര കഷ്ടമായിപ്പോയി. സത്യമായിട്ട് നമുക്ക് സങ്കടം വരും ഉള്ളിൽ. ഈ ആൾക്കാരെ നിൽക്കണ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചിരിക്കുമ്പോഴത്തേക്ക് നമ്മളെന്തിനാ ചിരിക്കുന്നത്? അവരുടെ ഉള്ളിലെ ഭയമാണ്. കാരണം എത്ര തിരക്കിൽ വന്നാലും അതുങ്ങൾ കൈ പോലും അവർ കമ്പിയിൽ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ മാക്സിമം നമ്മൾ ഏറിൽ നിൽക്കും പോലെയാണ്. ഞാൻ അതൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു സ്ത്രീ കാരണമല്ല ഇപ്പം ഈ ആണുങ്ങളെല്ലാം ഉള്ളിൽ ഈ പേടിയും ഭയത്തോടു കൂടി നടക്കണല്ലേ. കഷ്ടമല്ലേ? എന്ത് നേട്ടം, ഒരു കുടുംബം നശിപ്പിക്കുള്ളൊരു നേട്ടം. എന്ത് ചെയ്യാനാ? ഇപ്പം അവർക്ക് പോയി കിടക്കാമല്ലോ, ഉണ്ട തിന്നാം. ഉണ്ടേന്ന് തിന്നണ്ട കൂട്ടുകാരെ. ഇപ്പം സർക്കാർ അവർക്ക് വേണ്ടിയിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. വേറെ ഒന്നുമല്ല, അവർ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. പോയത് അവർക്കല്ലേ, ആ പയ്യൻ്റെ വീട്ടിലുള്ളവർക്കല്ലേ. എന്ത് പറയാനാ? ആണുങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ. ഭയങ്കര പേടിയാണ്. എന്ന് ബസ് യാത്ര ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പറ്റാത്തവരെന്ത് ചെയ്യും? അത് അവരുടെ ഒരു അവസ്ഥയാണ്. കഷ്ടം. അപ്പം എനിക്കാന്നൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്കിന്ന് സത്യമായിട്ട് ഞാൻ സാധാരണ ബസ്സിനകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണേ. എനിക്ക് പേടിയാണ് ഇപ്പം മൊബൈൽ കൈകൊണ്ട് തൊടാനായിട്ട്. ഞാൻ എടുക്കത്തില്ല, സമയം നോക്കാൻ പോലും മൊബൈൽ എടുക്കത്തില്ല. തിരക്കില്ലാത്തൊരു ബസ്സിൽ, അഥവാ തിരക്കില്ലാത്തൊരു ബസ്സിലിരുന്ന് നമുക്ക് മൊബൈൽ എടുക്കാം. തിരക്കുള്ള ബസ്സിൽ കൈ കൊണ്ട് പോലും ഞാൻ മൊബൈൽ തൊടത്തില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങളുടെ അവസ്ഥയൊന്ന് പറയണേ.